ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ സിൽവർ സ്റ്റോം പോയപ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ സിൽവർ സ്റ്റോം കാണാത്തവർ എല്ലാവരും ഓടി വന്നോളൂ. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ സിൽവർ സ്റ്റോമിൻ്റെ, അടിപൊളിയാണ് കേട്ടോ. പുറത്തുള്ള പിക്ചറൊക്കെ സൂപ്പറായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതാണ്ട് സിൽവർ സ്റ്റോമിലുള്ള അവൻ എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അവൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പോൾ വേദമോൾ എന്നോട് പറയാം, വേദം അമ്മ പോ ഞാൻ നിന്നോളാന്ന് പറഞ്ഞിട്ട് എന്നെ ഉന്തി വിടുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് സ്നോയിലാണ് കേട്ടോ പോയത്. സ്നോയിൽ ഫസ്റ്റ് തന്നെ ഞങ്ങളാണ് പോയത്. ഭയങ്കര ഇതായിരുന്നു കേട്ടോ മഞ്ഞ്. ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിന് മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് എന്തോ ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷനൊക്കെ തോന്നിയായിരുന്നു കേട്ടോ. എന്നാലും മോളും മോനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മഞ്ഞൊക്കെ വാരി കളിക്കാനും അതുകൂടെ സ്ലൈഡിലൊക്കെ പോകാനും കളിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവർ കളിക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നിന്ന് കൊടുക്കാമെന്നല്ലേ ഉള്ളൂ. വേദക്കുട്ടി മുകളിലേക്ക് നോക്കിയിട്ട് വായിക്കൂടെ അങ്ങനെ വിടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല സംഗതിയൊക്കെ സൂപ്പറാണ് കേട്ടോ. സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ഒക്കെ എനിക്ക് തോന്നുന്നു നമ്മളായിരുന്നു ഫസ്റ്റ് അതിലേക്ക് വരുന്നത്. അപ്പോൾ ആ വരുന്നതിൻ്റെ ഒരു ഇതൊക്കെ ആവുമെന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ എപ്പോഴും പോണ ആളുകളൊന്നും അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തോ എനിക്കറിയില്ല. അപ്പോൾ അവിടെ ബലൂണൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് വേദമോൾ കളിക്കുകയാണ് കേട്ടോ. അപ്പച്ചി അവിടെ പോയിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. വേറെ ആരുമില്ല, നമ്മൾ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളും ഉണ്ട്. അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കുറേ നേരം നമ്മളത് കളിച്ചിരിക്കുന്നു. കുറേ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ പോവാന്നൊക്കെ നമ്മൾ ഇതാവുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് എന്തോ വെള്ളം എന്തൊക്കെയോ ഒരു പമ്പ് ചെയ്തിട്ട് പിന്നെ പാട്ടൊക്കെ ഇട്ടൊക്കെ തരുമൊക്കെ ചെയ്തിട്ട്, പാട്ടിട്ട് തരാമെന്നപ്പോൾ തന്നെ ഞങ്ങൾ മതിയായി എന്നൊക്കെ പറഞ്ഞു പോന്നു. അത് കൂടെ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട്. എന്നാലും കഴിയണ പോലുള്ള വീഡിയോസൊക്കെ ഞാൻ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താണ് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ പോയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഹൈലൈറ്റ് മോളിൽ പോയിട്ടുണ്ടായിരുന്നു, അതായത് കോഴിക്കോട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാൻ തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും, വേറെ സ്ഥലത്ത് ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ഇതാവുകയൊക്കെ ചെയ്തു കേട്ടോ. കുറേ നേരം എന്ന് പറഞ്ഞാൽ എങ്ങനെ പോലും ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നിർത്തിയത് കേട്ടോ. ആദ്യമാണ് കേട്ടോ അപ്പോൾ വരാൻ പോകുന്നത്. ആദ്യമല്ല, വേദമോൾ അടിപൊളിയായിട്ട് വരികയൊക്കെ ചെയ്തിട്ടോ. അതങ്ങനെ താഴേക്ക് തട്ടി വിടുന്നത് അവിടെ മുകളിലത്തെ ആളുകൾ അതിനെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പച്ചിയാണ് കേട്ടോ വരുന്നുണ്ടോ. ഇങ്ങനെയാണ്. ഞാൻ അതിലൊന്നും കയറിയില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണ്ടായിരുന്നു എല്ലാവരുടെയും. ഞാൻ പേടിച്ചു പോയിട്ടോ. പുറത്ത് വന്ന് നോക്കുമ്പോൾ ഫോണൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഫുള്ള് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഐസും വെള്ളമൊക്കെ വരുമായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ ഫോണ് പോയി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കുഴപ്പമൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ വേദമോള ഇതൊക്കെ എടുത്ത് കളിക്കുന്നത് കയ്യിൽ നല്ല വാരി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതിങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവളിതവിടെ വന്നിട്ട് കളിക്കുക. അതിൻ്റെ ഉള്ളിലുള്ളത് നല്ല രസത്തിൽ വാരിയിട്ട് ഇങ്ങനെ പിടിക്കാനൊക്കെ കിട്ടുന്നുണ്ട്. മറ്റേത് പിടിക്കാൻ കിട്ടുന്നില്ല, ഒക്കെ വീണ് പോവാണ്. അപ്പോഴൊക്കെ ഒരു പാട്ടൊക്കെ ഇട്ടു കേട്ടോ. ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് പാട്ടൊക്കെ ഇട്ടു. അടിപൊളിയായിരുന്നു, സംഗതി സൂപ്പറായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ പാട്ടിട്ട് കഴിഞ്ഞത് നമ്മൾ പോവാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ. അത്രയൊക്കെ തന്നെ നമ്മളവിടെ നിന്നിട്ടുള്ളൂ. ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല ഇതാണ്. അപ്പോൾ മോളും അപ്പോഴേക്ക് പോവാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നിർത്തി. ശരി, ഓക്കെ എന്നും പറഞ്ഞ് ഞങ്ങളങ്ങനെ പുറത്തേക്ക് വരാൻ റെഡിയായി കേട്ടോ. അവളെ കുറേ വിളിക്കണം. അവൾ ഈ ലൈറ്റൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കണം. പുറത്തേക്ക് പോകാമെന്നും പറഞ്ഞ് നിൽക്കുക. അങ്ങനെ ഞങ്ങൾ പുറത്ത് ഇനിയിപ്പോൾ മതിയെന്നും പറഞ്ഞതാണ്. അവൾ പറയുന്നത് അവൾക്ക് മതിയെന്നും പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നല്ല മഴ എന്ന് പറഞ്ഞല്ലോ, അടിപൊളി മഴ കേട്ടോ. അങ്ങനെ മഴയത്ത് ഞങ്ങൾ എല്ലാവരും റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് കണ്ട റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. വേദമോൾ പിന്നെ തൊപ്പിയിട്ട്, ഞാനും തൊപ്പി മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. എന്തായാലും നനയും, വെള്ളത്തിലൊക്കെ അല്ലേ കളിക്കാൻ പോകണം. അപ്പോൾ ഞാനൊന്നും ഇട്ടില്ല. തൊപ്പി ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും തൊപ്പിയിട്ടു. ആദ്യം എല്ലാവരും റെയിൻ കോട്ട് തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ കയറിയത് ഒരു ബോൾ പിടിക്കുന്നൊരു കളിയിലാണ് കേട്ടോ. കയറിയെന്നേ ഉള്ളൂ. ഞാൻ വീഡിയോ എടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ ബോൾ എടുക്കാൻ നിന്നിട്ട് ഞാനും വേദമോളും ഇതിലാണ്ട് എല്ലാവരും കയറ്റി, എല്ലാവരും കയറുന്നൊക്കെ വേണ്ട. അങ്ങനെ ബോളൊക്കെ കുറേ ഇതാക്കിയിട്ട് ഞാൻ വീഡിയോ എടുത്തത് കറക്റ്റായിട്ട്. അതുകൊണ്ടോ വീഡിയോയിൽ
ബോൾ ഇങ്ങനെ പിടിക്കണം, അതൊന്നിങ്ങനെ ചാടി വരുന്നത് നമ്മളിങ്ങനെ പിടിക്കണം. അങ്ങനെ വേദമോൾ എല്ലാവരും പിടിക്കുന്നുണ്ട് കേട്ടോ. വേദമോൾക്കും ഒരു 29 അങ്ങനെയൊക്കെ കിട്ടുകയൊക്കെ ചെയ്തിരിക്കണം. അങ്ങനെ ആദ്യമൊക്കെ അതാ പൊരിഞ്ഞ കളിയാണ് കേട്ടോ. വേദമോളാണെങ്കിൽ ആ സൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെയും അവളുടെ അടുത്തേക്ക് ഇരിക്കാനൊക്കെ നോക്കുകയാണ്. കാരണം അത് അങ്ങോട്ട് കണ്ടോ, ആ ഡോറിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ പോവുകയാണ് അവൾ. അപ്പോൾ പിന്നെ ഞാൻ കുറേ അങ്ങോട്ട് പോകാനൊക്കെ നോക്കി, അവളെ പിടിച്ച്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഫോണും വീഡിയോസും എടുക്കണ്ടേ. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് ഗെയിം കേട്ടോ. ഫസ്റ്റ് ഗെയിം ഇതായിരുന്നു കേട്ടോ. അവൾ താഴെ നിന്നൊക്കെ പെറുക്കി ഇടുന്നൊക്കെ ഉണ്ട്. എങ്ങനെയായാലും അവൾക്കൊരു 10-29 കിട്ടുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ ഒരു കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. വേദയാണെങ്കിലും ആദ്യമാണെങ്കിലും എല്ലാവരും നല്ല ഇതായിട്ട് അത് പിടിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ സൂപ്പറായിട്ട് ആ ഗെയിംസ് അങ്ങനെ അവിടെ കഴിഞ്ഞു കേട്ടോ. ആ ഗെയിംസ് എനിക്ക് തോന്നുന്നു ഒരു 2-3 മിനിറ്റാണ് അത് ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ പിന്നെ ഫുള്ള് പൈസയൊക്കെ കൊടുത്തിട്ടാണ് കയറിയത്. അതുകൊണ്ട് നമുക്ക് എല്ലാ ഗെയിംസിലും കയറാമെന്നുള്ളതുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് എല്ലാ ഗെയിംസിലും നമുക്ക് കയറാനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ ഈ ഫസ്റ്റ് ടൈമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഐഡിയകളില്ല. ഇതൊക്കെ കുറേ പോയ ആളുകൾക്കാണ്. അങ്ങനെ കുട്ടികളുടെ ഇതിൽ വേദമോളിനതാ കയറ്റി. വേദമോൾ അതിൽ പോകുന്നുണ്ട് കേട്ടോ. എല്ലാ റൈഡിലും നമുക്ക് കയറാം. അപ്പോൾ കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് റൈഡുകളേ ഉള്ളൂ. ചെറിയ കുട്ടികൾക്കുള്ള റൈഡുകൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ അവളെ കയറ്റി. വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ നേരത്തെ ആയതുകൊണ്ടോ മഴ ആയതുകൊണ്ടോ സ്കൂളുള്ളതുകൊണ്ടോ ഒക്കെ ആവാം, ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് നമ്മളൊരു വെള്ളിയാഴ്ചയാണ് പോകുന്നത്. അപ്പോൾ മഴയാണ്. അപ്പോൾ സ്കൂൾ തുറന്നപ്പോൾ എല്ലാവരും സ്കൂളിലേക്ക് ഉള്ളത്. എന്നിട്ടും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അങ്ങനെ അധികം പേരുണ്ടായിരുന്നില്ല. അപ്പോൾ വേദമോളിനെ മാത്രമായിട്ടാണ് ഇതിൽ പോകുന്നത് കേട്ടോ. വേദമോൾ മാത്രമായിട്ടാണ് ഇപ്പോൾ അതാണ് പോകുന്നത്. അങ്ങനെ ഈ കുട്ടികളുടെ ഈ സെക്ഷനിൽ 1-2 ഉള്ളൂ കേട്ടോ, കൂടുതലില്ല. അപ്പോൾ പോയവർക്ക് അത് അറിയാൻ മതിയാവും. നമ്മൾ ഈ ആദ്യം ആയതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു ഇതില്ലാത്തത്. പിന്നെ ഇങ്ങനത്തെ ഒരെണ്ണത്തിൽ കയറ്റി വിട്ടു. പക്ഷെ അവൾക്ക് അങ്ങനെ പേടിയും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അവൾ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവളിവിടെ താഴെ എത്തുമ്പോൾ നോക്കി അപ്പുറത്തേക്ക് മാറിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് അങ്ങനെ മാറിയിരിക്കുക. അവൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഇതിന് മുന്നും പല സ്ഥലങ്ങളിൽ കയറിയിട്ടുള്ള ഒരു അനുഭവം കൊണ്ടായിരിക്കാം എന്തോന്നും. പക്ഷേ എനിക്കൊക്കെ നല്ല പേടിയാണ് കേട്ടോ. എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരുമോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ ഒരു ട്രെയിനിൽ കയറ്റിയിട്ട് ഇതിലൊന്നും വലിയ കുട്ടികൾക്ക് കയറാൻ പറ്റില്ല, ചെറിയ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ അതിന് കയറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ വേദമോൾ മാത്രമാണ് കയറിയത്. ഈ ഒരു 4 അവളെ കയറ്റി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വലിയവൻ്റെ സെക്ഷനിലേക്ക് പോയത് കേട്ടോ. വലിയവൻ്റെ സെക്ഷനിലേക്കുള്ള വീഡിയോസൊന്നും എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെള്ളത്തിലാണ് കുറേ ഷൂട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് തന്നെ ഞാൻ മഴ പെയ്യുന്നുണ്ട്, എന്നിട്ടും ഞാൻ കഷ്ടപ്പെട്ടിട്ട് എല്ലാവർക്കും കണ്ടോട്ടെ, അവിടുത്തെ എല്ലാവരും കാണാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് കണ്ടോട്ടെ എന്നുള്ള ഒരിതിൽ ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ. കാരണം ഫോണിൻ്റെ കവറും ഇതൊക്കെ ഇട്ടിട്ടാണ്. എന്നിട്ടും ഫോണിൻ്റെ കവറൊക്കെ ഇട്ടും ഫോണിൽ വെള്ളമൊക്കെ ഇതായി. പക്ഷെ വെള്ളം ഉള്ളിലൊന്നും കയറിയില്ല, ഭാഗ്യം എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഓരോ വീഡിയോ എടുക്കുന്നതും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഇതായിട്ടാണ്. അപ്പോൾ നമുക്കത് എത്ര കണ്ട് നമ്മളെല്ലാവരും കാണും അതൊന്നും നമുക്കറിയില്ല. പിന്നെ ഈ ഒരു സാധനമുണ്ട്, ഇതിലെല്ലാവരും നമ്മൾ കയറിയായിരുന്നു. കുഴപ്പമില്ല, നല്ലൊരു ഇതായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നതൊക്കെയാണ് കേട്ടോ. ഇതിൽ ചെറിയ കുട്ടികൾക്ക് കയറാൻ പറ്റില്ല, വലിയ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ വേദയാണെങ്കിൽ എന്നെ ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ കയറാൻ പോകാനും ഒന്നിനും അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്കും വരണം എന്നുണ്ട് അങ്ങനെ. പക്ഷെ അതിലൊന്നും അവൾക്ക് കയറാൻ കഴിയില്ല, വലിയ റൈഡല്ലേ. അങ്ങനെ നമ്മൾ മുകളിൽ കൂടെ ഉള്ള ഒരു ഇതിൽ നിന്ന് ആണ് കേട്ടോ ഇപ്പോൾ മൊത്തം ഈ സിൽവർ സ്റ്റോം നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യണത്. അത് എത്ര കണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മൾ മുകളിൽ കൂടെ ഒരു റോപ്പ് വേ അങ്ങനെയൊക്കെ പറയുന്നത് കൂടെ നമ്മൾ പോകണം. അങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങൾക്ക് പല ഗെയിംസും എവിടെയാണ് എന്താണ് ഉള്ളത് അങ്ങനെയൊക്കെ മനസ്സിലായി. അതിന് ശേഷമാണ് നമ്മൾ പല റൈഡിലും കയറുകയൊക്കെ ചെയ്തിട്ട്. ഈ തോണിയിൽ പോണതിലൊക്കെ നമ്മൾ കയറുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞു. കാരണം നനയും വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മൾ എടുത്തില്ല. പിന്നെ ഒരു ബീച്ചിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗെയിം ഉണ്ടായിരുന്നു, അതും നമ്മൾ എടുത്തില്ല. അത് വേണമെങ്കിൽ മേ ബി എടുത്തിരിക്കാം, പക്ഷെ അതിൻ്റെ മുമ്പായിട്ട് എൻ്റെ ഫോണിൽ വെള്ളം കയറി. അപ്പോൾ വെള്ളം കയറിയപ്പോൾ പിന്നെ ഞാൻ ഇനിയും ആ ഫോൺ വെച്ചിട്ട് ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഫോൺ പോയി പോകും, പിന്നെ നമുക്കൊന്നുമില്ലാത്ത അവസ്ഥയാവും എന്നുള്ളതുകൊണ്ട് ഞാനത് മനഃപൂർവ്വം ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. ശരി, ഓക്കെ, കിട്ടി. എത്രത്തോളം വീഡിയോസൊക്കെ ഉണ്ടല്ലോ, ഇതന്നെ ആരെങ്കിലുമൊക്കെ കണ്ടാൽ തന്നെ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്നവർ എൻ്റെ വീഡിയോ എത്ര കണ്ട് കാണുന്നൊന്നും എനിക്കറിയില്ല. ഇനി അഥവാ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ കൂടെ ഉണ്ടാവുക, കൂട്ടാക്കുക എല്ലാം ചെയ്യണം കേട്ടോ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ഓരോ വീഡിയോ ഞാനിങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് അത്രയും ഇതായിട്ട് ഇത് നമ്മൾ ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇത് ഷൂട്ട് ചെയ്യാനാണ് മുൻഗണന കൊടുത്ത്. ഇത് അങ്ങനെ നമ്മൾക്കൊരു വീഡിയോ ആക്കണം, നമ്മൾ പോണ സ്ഥലത്ത്. എനിക്കങ്ങനെ കറക്റ്റായിട്ട് എഡിറ്റിങ്ങും അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ എടുത്ത് സെറ്റാക്കണം, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂട്ടാക്കണം, കൂടെ ഉണ്ടാവണം, അത്രേ എനിക്കിതിൽ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ആരെങ്കിലും സിൽവർ സ്റ്റോമിൽ വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വരികയൊക്കെ ചെയ്യാം കേട്ടോ. നല്ല ഒരു ഇതാണ്. വലിയ ആളുകൾക്കും ചെറിയ ആളുകൾക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പാകത്തിന് സിൽവർ സ്റ്റോം ഇതാക്കിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലുള്ള പാർക്കുകളിൽ, വലിയ പാർക്കുകളിൽ ഫസ്റ്റ് ടൈമാണ്. ഇനി പോയ ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ആരെങ്കിലും പോവാത്ത ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലൊക്കെ പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ വേദമോളിനെ കയറ്റുള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞ്. പിന്നെ അതിന് ചോദിച്ചപ്പോൾ അവൻ്റെ തല അതുവരെ മുട്ടുന്നതേ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവർ കയറ്റുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും നല്ല എൻജോയ് ചെയ്ത് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അതിൽ കുറേ നേരം കഴിഞ്ഞപ്പോൾ മോനുണ്ട് അവിടെ കിടന്നുറങ്ങണ പോലെ കാണിച്ചു. തല ഇറങ്ങണം എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അമ്മേ, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ഇത് പിന്നെ നമ്മൾ ഇവിടെ കഴിക്കാൻ വന്നവിടെ ഒരു കഴിക്കാൻ വന്ന അവിടുത്തെയാണ് കേട്ടോ. അപ്പോൾ അലിബാബൻ്റെ ഒരു ഇതിലെ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നത്. അപ്പോൾ മീനൊക്കെ കണ്ട് അവളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കുറേ നമ്മൾ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അലിബാബൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസും പിന്നെ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാം. ഇവിടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്തോട്ടെ. നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു. ആദ്യം നമ്മൾ ചിക്കൻ സൂപ്പൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്ത്. അതിനുശേഷം നമ്മൾ കുറച്ച് വേദമൊക്കെ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നൂഡിൽസും പിന്നെ കുറച്ച് ചപ്പാത്തി, പിന്നെ നല്ല കറി, പിന്നെ ചെമ്മീൻ പൊള്ളിച്ചത്, പിന്നെ കരിമീൻ പൊള്ളിച്ചത്, അങ്ങനെ അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇലയിലൊക്കെ പൊതിഞ്ഞ് നല്ല അടിപൊളി സെറ്റാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ദിവസത്തെ ട്രിപ്പായിരുന്നു കേട്ടോ. ഇത് ഒറ്റ ദിവസത്തെ ഇത്. പിന്നെ നമ്മൾ വേറെ ഉള്ളത് ഞാൻ വേറെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ, സീ യു. അപ്പോൾ ഇനി പുതിയൊരു ഇത് നമ്മൾ ലാസ്റ്റ് ഒരു ഗുനാഫ ഓർഡർ ചെയ്താണ് കേട്ടോ. അപ്പോൾ ബൈ, സീ യു.